ഈ കേരളത്തിൽ ഗവൺമെൻറ്റിലിരിക്കുന്നവർക്ക്, മന്ത്രിമാർക്ക് പലപ്പോഴും പല തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. ആ തീരുമാനങ്ങൾ മൂലം സാമ്പത്തികമായി പ്രയാസം ഉണ്ടാകുന്നവരും അതിൻ്റെ പ്രത്യാഘാതങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നവരും ധാരാളം ഉണ്ടാകും. ഇവിടെ കേരളത്തിൽ ഓരോ കാലഘട്ടത്തിലും ഓരോ തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. ആ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ആ തീരുമാനത്തിൻ്റെ പേരിൽ നഷ്ടമുണ്ടായ ആളുകൾ എന്തെങ്കിലും വിളിച്ചു പറഞ്ഞാൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ കേസെടുക്കുകയും പൊതുപ്രവർത്തനം സത്യസന്ധമായി നടത്തി വളരെക്കാലം പൊതുരംഗത്ത് പ്രവർത്തിച്ചിട്ടുള്ള ആളുകളെ മോശക്കാരായി ചിത്രീകരിക്കുകയും ചെയ്യുന്നത് അങ്ങേയറ്റം ദൗർഭാഗ്യകരമാണ്. ഏതായാലും കേസ് 2 മാസത്തേക്ക് സ്റ്റേ ചെയ്ത സാഹചര്യത്തിൽ ഞാൻ കോടതിയുടെ വിധിപ്പകർപ്പ് കിട്ടിയിട്ടില്ല. ഞാൻ രാജിവെക്കുന്ന സമയത്ത് വിധിപ്പകർപ്പിന് വേണ്ടി ഞാൻ കാത്തു നിന്നില്ല. കാരണം നിങ്ങൾ ടി വിയിലൂടെ സ്ക്രോൾ ചെയ്തു, രാജിവെക്കണം എന്ന് ഞാൻ തീരുമാനിച്ചു. അത് നിങ്ങളുടെ സ്ക്രോളിങ്ങും SMS അതിൻ്റെ അടിസ്ഥാനത്തിലുള്ളൊരു SMS മെസ്സേജും കിട്ടിയ സന്ദർഭത്തിൽ തന്നെ ഞാൻ മുഖ്യമന്ത്രിയുടെ രാജി സന്നദ്ധത അറിയിച്ചു. എറണാകുളം പ്രസ് ക്ലബ്ബിൽ ഞാൻ പത്രക്കാരെ കാണുമ്പോഴും കോടതി വിധിയുടെ പകർപ്പ് എനിക്ക് കിട്ടിയിട്ടില്ല. എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. പക്ഷെ ഇപ്പോൾ കോടതി വിധിയെക്കുറിച്ച് കൂടുതൽ പരാമർശിക്കണമെങ്കിൽ അതിൻ്റെ വിധിപ്പകർപ്പ് കിട്ടിയിട്ട് വേണം പ്രതികരിക്കാൻ. എൻ്റെ ഈ കേസ് നടത്തിയത് അഡ്വക്കേറ്റ് S. ശ്രീകുമാറും അതുപോലെ തന്നെ അഡ്വക്കേറ്റ് അജിത് പ്രകാശുമാണ്. അജിത് പ്രകാശ് അതുപോലെ തന്നെ ശ്രീകുമാറിനോടും എനിക്ക് അങ്ങേയറ്റത്തെ നന്ദിയുണ്ട്. അവർക്ക് വക്കീലിൽ നിന്നുള്ള നിലയിൽ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ വക്കീൽ പറയും. പക്ഷേ ഞാൻ ഈ കേസിൻ്റെ വിധി എന്തായിരിക്കും എന്നുള്ളതിനെ അടിസ്ഥാനമാക്കിയല്ല, ഹൈക്കോടതി കൊടുത്ത കേസിൻ്റെ വിധി എന്തായിരിക്കും എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലല്ല രാജി കൊടുത്തത്. ഞാൻ അങ്ങനെയാണെങ്കിൽ രാജി കൊടുക്കുകയും അതിനെ തുടർന്ന് സ്വീകരിക്കേണ്ട നടപടികളെല്ലാം സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാനത് ഇതിൻ്റെ ഒരു വിധി കാത്തിരിക്കാൻ ഞാൻ തയ്യാറായിരുന്നില്ല. ഏതായാലും പുതിയ പല സംഭവവികാസങ്ങളും കേരളത്തിൽ ഇന്നും ഇന്നലെയൊക്കെ ആയിട്ടുണ്ടായിരിക്കാം. ആ സാഹചര്യത്തിൽ എന്നെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ മാറ്റമില്ല. പക്ഷേ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടും KPC നേതൃത്വത്തോടും എല്ലാം സഹപ്രവർത്തകരോടും സംസാരിക്കേണ്ട ബാധ്യത എനിക്ക് ഇന്നുണ്ട്. ഇന്നലെ അല്ല ഞാൻ പറഞ്ഞത് അല്ല അതല്ലേ തിരിച്ചു മന്ത്രിയാവുന്നല്ല ഞാൻ പറഞ്ഞത്. അല്ല എന്നൊന്നല്ല ഞാൻ പറയാം. ഇന്നലെ വരെ ഇല്ലാത്ത ഗൗരവമുള്ള ചില സാഹചര്യങ്ങൾ ഇന്നുണ്ടായിട്ടുണ്ട്. അതെ, നിങ്ങൾ മുഖ്യമന്ത്രിക്കെതിരായിട്ടുള്ള വിജിലൻസ് കേസിനെ കുറിച്ച് ഇപ്പം അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞില്ലേ, അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നില്ല. പക്ഷേ എല്ലാവർക്കും അറിയാം, മുഖ്യമന്ത്രിയെ പോലെ ഇത്ര അധികം പൊതുപ്രവർത്തന പാരമ്പര്യമുള്ള ഒരാളെ ഒരു രേഖയില്ലാതെ ഒരു ഇന്നലെ രാത്രി ടി വിയിൽ കണ്ട കാര്യങ്ങൾ വെച്ചുകൊണ്ട് മുഖ്യമന്ത്രിയുടെ പേരിൽ ഒരു കേസിടാൻ നിർദ്ദേശിക്കുകയും മുഖ്യമന്ത്രി അതിൻ്റെ പേരിൽ രാജിവെക്കണമെന്ന് പ്രക്ഷോഭണം നടത്തുകയും ചെയ്യുന്നതിൻ്റെ അർത്ഥശൂന്യത എല്ലാവർക്കും മനസ്സിലാവും. നിങ്ങൾ മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെടുമ്പോൾ നിങ്ങൾ തിരിച്ച് എനിക്ക് പറയാനുള്ളത്, ഇന്നത്തെ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ വിധി നിങ്ങളൊന്ന് വായിച്ചു നോക്കണം. മുഖ്യമന്ത്രിക്കെതിരായും ഞാൻ പറഞ്ഞ മുഖ്യമന്ത്രിക്കെതിരായും ഗവൺമെൻറ്റിനെതിരായും രാഷ്ട്രീയ ഗൂഢാലോചന നടത്തുന്ന ആളുകൾ, സമൂഹത്തിൽ വെറുക്കപ്പെട്ട ആളുകളെന്ന് എല്ലാ കാലത്തും പറഞ്ഞിട്ടുള്ള ആളുകളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയെപ്പോലെ അന്തസ്സായ രാഷ്ട്രീയ പ്രവർത്തനം നടത്തി പാരമ്പര്യമുള്ളവരെ തേജോവധം ചെയ്യാൻ ശ്രമിച്ചാൽ അതിന് ഞങ്ങൾ വഴങ്ങിക്കൊടുക്കണം എന്നാണോ നിങ്ങൾ പറയുന്നത്? അല്ല ഞാൻ പറഞ്ഞല്ലോ ഞാൻ അതിനെക്കുറിച്ച് ഇപ്പോൾ ആരുമായിട്ടും ചർച്ച ചെയ്തിട്ടില്ല. എൻ്റെ വ്യക്തിപരമായ നിലപാടിൽ ഒരു മാറ്റവുമില്ല. ഞാൻ ഇന്നലെ എൻ്റെ ഉദ്യോഗസ്ഥന്മാർ എല്ലാമായിട്ട് യാത്ര പറഞ്ഞ് പിരിഞ്ഞതാണ് മന്ത്രി എന്നുള്ള നിലയിൽ. എന്നാൽ ഞാൻ പറഞ്ഞത് ശ്രദ്ധിച്ചോ, എന്നാൽ ഇന്ന് ഉണ്ടായിട്ടുള്ള ചില പ്രത്യേക സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ വ്യക്തിപരമായ തീരുമാനത്തോടൊപ്പം തന്നെ പാർട്ടി നേതൃത്വവും മുഖ്യമന്ത്രിയോടും ബന്ധപ്പെട്ട സഹപ്രവർത്തകരോടും ഈ വിഷയം ചർച്ച ചെയ്യേണ്ട ഒരു സാഹചര്യം ഇന്നുണ്ടായിട്ടുണ്ട്.
ബാക്കി എനിക്കിപ്പം പല നീതിയുടെ ഒരു പ്രശ്നമുണ്ട്. അതായത് കെ എം മാണിക്കെതിരെ എഫ്ഐആർ ഇട്ടുകയും കോടതി പരാമർശം ഉണ്ടാവുകയും ചെയ്ത സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ രാജി ആവശ്യപ്പെട്ടത് നിങ്ങളുടെ പാർട്ടിയിലുള്ള MLA-മാർ ഉൾപ്പെടെയുള്ള ആളുകളാണ്. താങ്കൾക്കെതിരെ എഫ്ഐആർ ഇട്ടു, താങ്കൾ രാജി. അതെ, അദ്ദേഹത്തിന്റെ രാജി ആവശ്യപ്പെടേണ്ടതുണ്ടായിരുന്നില്ല ഏതായാലും അന്നും. കാരണം അത് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട്. മുഖ്യമന്ത്രി തന്നെ ആ കാര്യം വളരെ വ്യക്തമാക്കിയിട്ടുണ്ട്. അങ്ങനെ ആവശ്യപ്പെടേണ്ടതുണ്ടായിരുന്നില്ല. കാരണം ഇപ്പം അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നോക്കിയാൽ അതിന്റെ ആവശ്യമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ബാക്കി കാര്യങ്ങൾ ഇപ്പൊ പറയാനില്ല. അല്ല, ഇനി ഇപ്പൊ കോടതി വിധിയെ കുറിച്ചുള്ള എന്റെ പ്രതികരണം നിങ്ങൾക്ക് വേണ്ടി അല്ല കേക്ക്, അതൊന്നും ഇപ്പൊ പറയാൻ പറ്റില്ല. അതൊന്നും ഞാൻ ഇപ്പൊ ചർച്ചയ്ക്ക് ഒരുക്കല്ല. ഞാൻ ഇപ്പൊ നിങ്ങൾക്ക് എന്റെ പ്രതികരണമാണ് ആവശ്യമായിരുന്നത്. എനിക്കൊരു കാര്യം ബോധ്യപ്പെട്ടു, ദൈവം വളരെ വലിയവനാണ്. ഞാൻ ഒഴിവ് കിട്ടുമ്പോഴൊക്കെ തൃപ്പൂണിത്തുറയില് പൂർണ്ണത്രൈസ്യ ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കാറുണ്ട്. ഇന്നും പ്രാർത്ഥിച്ചു. അപ്പൊ ദൈവം വളരെ വലിയവനാണെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ്. ഈ വിജിലൻസ് കോടതിയുടെ ഉത്തരവ് വളരെ ഗുരുതരമാണ്, ഗൗരവത്തോടെ കാണണമെന്ന് പറഞ്ഞത് KPCC പ്രസിഡന്റ് തന്നെയാണ്. മാധ്യമങ്ങൾ KPCC പ്രസിഡന്റ് പിന്നീട് കാര്യങ്ങളൊക്കെ വ്യക്തമാക്കിയല്ലോ. എന്തിനാ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളിലേക്ക് പോണത്? എന്തിനാ വെറുതെ വിട്ടുകളാ? അജിത്തിന് വല്ലതും പറയാം, ഒരു വാക്ക് പറ. അജിത് പറഞ്ഞ ഒരു വാക്ക് പറഞ്ഞ. അജിത് പ്രകാശാണ് എന്റെ അഡ്വക്കേറ്റ്. അതുപോലെ ശ്രീകുമാർ ഇവിടെ വന്നിട്ടില്ല. ശ്രീകുമാർ അദ്ദേഹമാണ് സീനിയർ അഡ്വക്കേറ്റ്. ഏതായാലും ഒരു വാക്ക് പറഞ്ഞോ, ഒരു വാക്ക് പറഞ്ഞോ. കമന്റ്സ് പറഞ്ഞുകൊണ്ടാണ് വക്കീലന്മാരും പോയി മന്ത്രി കെ ബാബു അദ്ദേഹത്തിന്റെ പ്രതികരണം മാധ്യമപ്രവർത്തകരെ അറിയിക്കുകയായിരുന്നു. ദൈവം വലിയവനാണ്, ഒരു സാധാരണക്കാരന് ലഭിക്കേണ്ട നീതി തനിക്ക് ലഭിച്ചില്ല. അതുകൊണ്ടാണ് മന്ത്രി എന്ന നിലക്കല്ല, സാധാരണക്കാരനായ പൗരൻ എന്ന നിലക്കാണ് കോടതിയെ സമീപിച്ചത്. കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായ വിധി നിങ്ങൾ മാധ്യമപ്രവർത്തകർ വായിച്ചു നോക്കേണ്ടതാണ്. ടെലിവിഷൻ കാണുന്ന ആർക്കെതിരെയും കേസെടുക്കാവുന്ന അസാധാരണമായ സാഹചര്യമാണ് സംസ്ഥാനത്തുള്ളത്. ഇത് ശരിയാണോ എന്ന് നിങ്ങൾ പരിശോധിക്കണം. മുഖ്യമന്ത്രിക്കെതിരായുള്ള ആക്ഷേപങ്ങൾ നിലനിൽക്കുന്നതല്ല എന്നുകൂടി അദ്ദേഹം സൂചിപ്പിച്ചു. ഇതുവരെ ഉണ്ടായിരുന്ന രാഷ്ട്രീയ സാഹചര്യമല്ല ഇപ്പോൾ ഉള്ളത്, ഇന്നലെ വരെ ഉണ്ടായിരുന്ന സാഹചര്യങ്ങളല്ല ഇപ്പോൾ ഉള്ളത് എന്നത് അദ്ദേഹം പറഞ്ഞു. അതുകൊണ്ട് മന്ത്രിസ്ഥാനം സംബന്ധിച്ച് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ മാറ്റമില്ല എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. കൂടുതൽ വിവരങ്ങളുമായി PP സന്ധ്യ ചേരുന്നു. സന്ധ്യ, വിശദാംശങ്ങൾ. സനീഷ്, ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രതികരണം നമ്മൾ കണ്ടതാണ്. വളരെ വികാരാധീനനായിട്ടാണ് അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. കോടതിയുടെ ഇന്നത്തെ തീരുമാനത്തിൽ വളരെയധികം സന്തോഷമുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങൾ കൂടിയാലോചനകൾക്ക് ശേഷം തീരുമാനിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇതിൽ ഒരു സൂചന ഉണ്ടായിരുന്നു. ഇന്നത്തെ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് മുഖ്യമന്ത്രി അടക്കമുള്ള നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷം പുതിയ തീരുമാനങ്ങൾ വേണ്ടതാണെങ്കിൽ അങ്ങനെ എടുക്കും എന്നുള്ള ചില സൂചനകളും അദ്ദേഹം നൽകുകയുണ്ടായി. ഇതിൻ്റെ അർത്ഥം ഇപ്പോൾ ഇതുവരെ അദ്ദേഹത്തിൻ്റെ രാജി സ്വീകരിച്ചതായി മുഖ്യമന്ത്രി അറിയിച്ചിട്ടില്ല. ഇപ്പോൾ ഇന്ന് കോടതിയുടെ തീരുമാനം കൂടി വന്ന ശേഷം വീണ്ടും അദ്ദേഹത്തോട് ഒരുപക്ഷെ തിരിച്ചു വരുവാൻ പാർട്ടി നേതൃത്വമോ മുഖ്യമന്ത്രിയോ ആവശ്യപ്പെടുകയാണെങ്കിൽ അതിൽ എതിർപ്പ് പ്രകടിപ്പിക്കില്ല എന്നുള്ള സൂചന തന്നെയാണ് അദ്ദേഹം നൽകിയത് എന്ന് വിലയിരുത്താൻ കഴിയും. സനീഷ്.